നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒരു മാസം മുമ്പേ കളിക്കളത്തിൽ വെച്ച് കീരിയും പാമ്പും പോലെ നേർക്ക് നേർ നിന്ന് പ്രശ്നങ്ങളുണ്ടാക്കിയവരാണ് നിക്കോളാസ് ഓട്ടാമെൻഡിയും റിച്ചാർഡ് റിയോസും. വാക്കുകൾ അതിരുവിട്ട് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ അവർ രണ്ടുപേരും ഇനി ഒരുമിച്ച് കളിക്കാൻ പോവുകയാണ്. റിച്ചാർഡ് റിയോസ് ടു ബെൻഫിക്ക. ഫബ്രിസിയോ കഴിഞ്ഞ ദിവസം ഹിർവിയൊക്കെ പറഞ്ഞിരുന്നല്ലോ, ഇടയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതായത് റിയോസ് ലിസ്ബണിലേക്ക് അടുത്ത ആഴ്ച പറക്കും, മെഡിക്കൽ എടുക്കും. ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള പാൽമിറാസിൻ്റെ താരമാണ് ഇപ്പോൾ കൊളംബിയൻ താരം റിച്ചാർഡ് റിയോസ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ ബെൻഫിക്ക സ്വന്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൈസ് 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ബെൻഫിക്ക ബ്രസീലിയൻ ക്ലബ്ബ് പാൽമിറാസിന് കൊടുക്കും. ഇതാണ് വാർത്ത. അതോടൊപ്പം തന്നെ വ്യാപകമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാവുന്ന ഈ 2 താരങ്ങൾ ഒരു മാസം മുമ്പ് നടന്ന കൊളംബിയ വേഴ്സസ് അർജൻറ്റീന മത്സരത്തിൽ പരസ്പരം പോരടിച്ചതാണ്. നമ്മൾ അന്ന് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കളി കഴിഞ്ഞ ഉടനെ നിക്കോളാസ് ഓട്ടാമെൻഡിയും റിച്ചാർഡ് റിയോസും കളിക്കളത്തിലുടനീളം വളരെ സ്പൈസി ആയിട്ടാണ് കളിയിലുടനീളം ഇടപെട്ടത്. കളിക്കാൻ റിച്ചാർഡ് റിയോസ് ഇറങ്ങിയിരുന്നത് തലയിലൊരു ഹെഡ് ബാൻഡൊക്കെ കെട്ടിയിട്ടാണ്. എന്തുകൊണ്ടും ഓട്ടോമാറ്റിക് അത് പിടിച്ചില്ല. ഓട്ടോമാറ്റിക് അങ്ങനെയാണ്, എതിർ താരങ്ങളെ ചൊറിയുകയും മൈൻഡ് ഗെയിമൊക്കെ കളിക്കുകയൊക്കെ ചെയ്യും. ഓട്ടോമാറ്റി പറഞ്ഞു, അവൻ്റെ ഒരു ഹെഡ് ബാൻഡ് എടുത്ത് മാറ്റടോ, എന്നിട്ട് ഇഡിയറ്റ് എന്നൊരു വാക്ക് കൂടി ചേർത്തുകൊണ്ട് തെറി വിളിച്ചു. 37-കാരനായിട്ടുള്ള ഓട്ടോമാറ്റി 25-കാരനായിട്ടുള്ള റിച്ചാർഡ് റിയോസിന് നേരെ കൊമ്പ് കോർത്തു. റിച്ചാർഡ് റിയോസ് അത് കേട്ട് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹം മറുപടിയും പറഞ്ഞു. കുറച്ച് ആ വാക്ക് പറയാൻ പാടുണ്ടെന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ നാട്ടിൽ ചില പയ്യന്മാരൊക്കെ പറയാറില്ലേ, കുറച്ച് പ്രായമുള്ള ആളുകളോട് ഇടക്കിളവ എന്നൊക്കെ പറയുന്ന ആ രൂപത്തിലാണ്. നിനക്ക് പ്രായമായില്ലടാ, നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ടോ, നിനക്ക് ഗ്രൗണ്ടിൽ ഓടി കളിക്കാൻ പറ്റുമോ, നിർത്തി വീട്ടിലിരിക്കേണ്ട സമയമായടാ എന്നാണ് തിരിച്ച് റിച്ചാർഡ് റിയോസ് എന്ന് പറഞ്ഞത്. രണ്ടുപേരും തമ്മിൽ പിന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ദീപോളൊക്കെ അതിൽ ഇടപെടുന്ന സംഭവ വികാസമൊക്കെ ഇടവേള സമയത്തൊക്കെ നമ്മൾ കണ്ടു. കളി കഴിഞ്ഞിട്ടും അതേ പ്രശ്നങ്ങളൊക്കെ വീണ്ടും ഉണ്ടായി. അപ്പോൾ അങ്ങനെ കടിച്ചു കീറുന്നതാണ്. കളി കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റി പറഞ്ഞു, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ കളിക്ക് മുമ്പ് വലിയ സംസാരമൊക്കെ സംസാരിച്ചിരുന്നു. ബ്രസീലും അങ്ങനെയായിരുന്നു, കൊടുക്കേണ്ടത് ഞങ്ങൾ കളിക്കളത്ത് കൊടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ കൊളംബിയയോട് കൊടുക്കേണ്ടത് കൊടുത്തെന്ന് പറഞ്ഞാൽ 1-1 എന്നുള്ളത് അത് വേറെ കാര്യം. റിച്ചാർഡ് റിയോസിനോടും കളിക്ക് ശേഷം ഈ കാര്യം ചോദിച്ചപ്പോൾ അന്ന് അയാൾ പറഞ്ഞത് ടഫ് ഗെയിമാണ്, അപ്പോൾ കളിക്കിടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാനും തിരിച്ചു പറഞ്ഞു, അത്രയേ ഉള്ളൂ എന്നാണ് അദ്ദേഹം വന്ന് പറഞ്ഞത്. ഏതായാലും അങ്ങനെ കീരിയും പാമ്പും പോലെ നിന്നവർ ഇതാ ഒരുമിച്ച് ഒരേ ടീമിൽ കളിക്കാൻ പോകുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എക്സിലൊക്കെ വളരെ വലിയ ട്രോളാണ്. ഇവർ രണ്ടുപേരും ഡ്രസ്സിംഗ് റൂമിൽ കണ്ടുമുട്ടിയാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സംഗതി എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തായാലും അന്ന് കീരിയും പാമ്പുമായവർ, നേർക്ക് നേർ ശത്രുക്കളെ പോലെ നിന്നവർ ഇനി തോളോട് തോൾ ചേർന്ന് സുഹൃത്തുക്കളായിട്ട് ഒരുമിച്ച് പോരാടാൻ പോകുന്നു. ഒറ്റ മാസം കൊണ്ടാണ് ഇങ്ങനെ മാറിയിരിക്കുന്നത്. നോക്കുക, ജൂണിലാണ് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം നടന്നത്, ജൂലൈയിലാണ് ഇവരിപ്പോൾ ഒരുമിച്ച് ഒന്നായി കളിക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് ലൈഫ്. ഒറ്റ മാസം കൊണ്ട് കാര്യങ്ങളൊക്കെ മാറി പറഞ്ഞേക്കാം. ഏതായാലും അന്നത്തെ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.